യെസ്, അപ്പോൾ നേരെ പോകുന്നത് പാലക്കാടേക്കാണ്. അവിടെ സേഫ് ഓർക്കുന്നുണ്ടോ, ഇന്നലെ മോർണിംഗ് ഷോയിൽ നമ്മൾ തച്ചമ്പാറയിൽ പുലി ഇറങ്ങിയ വാർത്തയൊക്കെ പറഞ്ഞിരുന്നു. അപ്പോൾ അതെ, അപ്പോൾ പാലക്കാട് തച്ചമ്പാറയിൽ വനം വകുപ്പ് സ്ഥാപിച്ച കെണിയിൽ പുലി കുടുങ്ങിയിരിക്കുകയാണ്. നാട്ടുകാർക്ക് വലിയ ആശ്വാസമാണ്. ഇന്നലെ വൈകുന്നേരം സ്ഥാപിച്ച കൂട്ടിലാണ് പുലി കുടുങ്ങിയത്. സാജിദ് അജ്മൽ വിവരങ്ങൾ നൽകും. സാജിദ്, ഇന്നലെ ജനവാസ മേഖലയിൽ പുലി ഇറങ്ങി എന്ന് പറഞ്ഞ വലിയ ആദിയും ആശങ്കയുമായിരുന്നു നാട്ടുകാർക്ക്. എന്തായാലും പുലി കെണിയിൽ കുടുങ്ങിയത് ഇപ്പോൾ വലിയ ആശ്വാസകരമായിട്ടുണ്ട്. എപ്പോഴാണ് ഈ പുലി കെണിയിൽ കുടുങ്ങിയിട്ടുള്ളത്? ഇനി അതിനെ എന്ത് ചെയ്യാനാണ് തീരുമാനം? സൈഫുദ്ദീൻ, ജിൽസി, ഇന്നലെയാണ് ഒരു മൂരിക്കിടാവിനെ ഈ പുലി കടിച്ച് കൊന്നതുമായി ബന്ധപ്പെട്ട് വലിയ പ്രതിഷേധം നാട്ടുകാർ രേഖപ്പെടുത്തിയത്. മൂരിക്കിടാവിനെ ഈ സംസ്കരിക്കണമെങ്കിൽ കൂട് സ്ഥാപിക്കണമെന്നായിരുന്നു ആളുകൾ ആവശ്യപ്പെട്ടത്. തുടർന്ന് ഇന്നലെ വൈകുന്നേരമാണ് കൂട് സ്ഥാപിച്ചത്. കൂട് സ്ഥാപിച്ച് മണിക്കൂറുകൾക്കുള്ളിൽ തന്നെ പുലി കെണിയിൽപ്പെട്ടിരിക്കുന്നു. അപ്പോൾ എത്രത്തോളം അവിടെ പുലിയുടെ സാന്നിധ്യമുണ്ട് എന്ന് വ്യക്തമാക്കുന്നതാണ്. ഇതിൽ കൂടുതൽ പുലികൾ അവിടെ ഉണ്ട് എന്നും നാട്ടുകാർ പറയുന്നു. എന്തായാലും ജനവാസ മേഖലയിൽ പുലി നിരന്തരം ഇറങ്ങുന്നത് ആളുകൾക്ക് വലിയ ആശങ്കയാണ്. ഇപ്പോൾ ഇന്നലെ പശുക്കിടാവിനെ കടിച്ചു കൊന്ന അതേ പുലി തന്നെയാണ് കെണിയിൽ കുടുങ്ങിയത് എന്നാണ് കണക്കാക്കുന്നത്. എന്തായാലും ഇന്നലെ വൈകുന്നേരം കെണി വെക്കുന്നു. അർദ്ധരാത്രിയോടുകൂടി പുലി കെണിയിൽപ്പെടുന്നു. ആ പുലിയുടെ കൂടിന് സമീപത്തായി ഒരു വളർത്തു നായയെ കൂടി ഈ വെച്ചിട്ടുണ്ട്. ആ നായയെ പിടിക്കാനായി പുലി കൂട്ടിലേക്ക് ചാടിക്കയറിയതും ഈ കൂട്ടിനകത്ത് അകപ്പെടുകയായിരുന്നു. പുലിയെ ഇനി ഈ സൈലന്റ് വാലി മലനിരകളിൽ എത്തിച്ച് തുറന്നുവിടാനാണ് ആലോചിക്കുന്നത്. മണ്ണാർക്കാട് വനം വകുപ്പ് ഓഫീസിലേക്ക് കൊണ്ടുപോയി പുലിയുടെ ആരോഗ്യസ്ഥിതി കൂടി പരിശോധിച്ച ശേഷമായിരിക്കും പുലിയെ തുറന്നുവിടുക.